ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൃഷ്ടാവായ ദൈവം രക്ഷാകര ചരിത്രത്തിൽ വിവിധങ്ങളായ തരത്തിൽ ഇടപെട്ട വഴികളുടെ എഴുത്തുരൂപമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ നിരവധി ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും കൊണ്ട് അനുഗ്രഹീതമാണ്. പുതിയ നിയമസഭയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലെ ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും വലിയ നിധി നിക്ഷേപങ്ങളാണ്. ജീവിതത്തെ ദൈവാഭിമുഖ്യമുള്ളതാക്കി കാത്തു സൂക്ഷിക്കാൻ, ആത്മീയമായ കരുത്തു നേടാൻ, സഹനങ്ങളിൽ ബലം കണ്ടെത്താൻ, ദൈവത്തെ ആശ്രയിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും നമ്മെ സഹായിക്കും. ദൈവാഭിമുഖ്യമുള്ള ജീവിതങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓർമ്മകൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ചരിത്രപരമായ സാധുതകളോടുകൂടി വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി നമ്മൾ കണ്ടെത്തുന്ന പൂർവ്വ പിതാവാണല്ലോ അബ്രഹാം. അബ്രഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ചില സൂചനകളും ചില യാഥാർത്ഥ്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ദൈവാഭിമുഖ്യമുള്ളതാക്കി മാറ്റാം. അബ്രഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇപ്പോൾ താമസിക്കുന്ന നാട് വിട്ട്, പിതൃഭവനത്തെ വിട്ട്, ഉറ്റവരെ വിട്ട്, ബന്ധുക്കളെ വിട്ട്, ദൈവം കാണിച്ചു തരുന്ന അറിയപ്പെടാത്ത, വ്യക്തതയില്ലാത്ത, വലിയ സൂചനകളൊന്നുമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകാനാണ് അബ്രാമിനെ ദൈവം അയക്കുന്നത്. വീണ്ടും നമ്മളിങ്ങനെ വായിക്കും 4-ാമത്തെ വാക്യത്തിൽ, ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. ഈ സൂചനകളെല്ലാം അബ്രഹത്തിൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി പരിചയപ്പെടാൻ നമ്മളെ സഹായിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കി മാറ്റും എന്ന് പറഞ്ഞ് സ്വന്തം ദേശത്തെ മറന്ന് മറ്റൊരു ദേശത്തേക്ക് യാത്രയാവാൻ ദൈവമായ കർത്താവ് അബ്രാമിനെ വിളിക്കുകയാണ്. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്കുള്ള ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കുറിക്കുന്നത് എങ്ങനെയാണ്? അപരിച്ഛേദനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു. അബ്രാഹത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണ് ഇത്. പരിച്ഛേദനം കൂടാതെ വിശ്വാസികളായി തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനുമായിരുന്നു. ഈശോയിലുള്ള വിശ്വാസം വഴി മാമോദിസ എന്ന കൂദാശയുടെ കൃപയാൽ ദൈവമക്കളായി തീർന്നിരിക്കുന്ന, വിശ്വാസികളായി തീർന്നിരിക്കുന്ന, വിശ്വാസ വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അബ്രഹാം പിതൃസ്ഥാനത്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അബ്രഹത്തെക്കുറിച്ചുള്ള ഈ ആമുഖ വിചാരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഏതാനും ചില സൂചനകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പങ്കുവയ്ക്കാം. അവ്യക്തതകളുടെ നടുവിലും ജീവിക്കാൻ കരുത്തുണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു അബ്രഹാം. അവ്യക്തതകളുടെ നടുവിലും ജീവിക്കാൻ കരുത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ദൈവം ജീവിക്കുന്ന സാഹചര്യത്തെ മറന്ന് അതിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറിച്ചു നടുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ മാത്രം കരുത്ത് ഉള്ളിൽ സൂക്ഷിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി പ്രകാശമാനമാക്കുന്നുണ്ട്.
വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പൊന്നുമല്ലല്ലോ. ഫെയ്ത്ത് ഈസ് നോട്ട് ദ സെർട്ടനിറ്റി അബൌട്ട് ദ ടെമ്പറൽ റിയാലിറ്റീസ്. ഫെയ്ത്ത് ഈസ് എ റിലേഷണൽ ട്രസ്റ്റ്. ഒരു വ്യക്തിബന്ധത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന അർപ്പണത്തിൻ്റെ പേരാണ് വിശ്വാസം. വിശ്വാസം ഒരിക്കലും ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചില ഉറപ്പുകളൊന്നുമല്ല. സൃഷ്ടാവായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ള പക്വമായ കാഴ്ചപ്പാടിലേക്ക് വളരാൻ നമ്മുടെ മനസ്സ് പരുവപ്പെടുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ തലത്തിൽ നമുക്ക് വളർച്ചയുണ്ടാവുന്നത് എന്ന് ഈ പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തരുന്ന വഴികളിലേക്ക് യാത്ര ചെയ്യാനുള്ള കരുത്തുകൂടിയാണ്. വ്യക്തതകളില്ലാത്തപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണകളില്ലാത്തപ്പോഴും ദൈവികമായ വഴികളാണ് എന്ന് ഉറപ്പുള്ളപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. God did not give Abraham a map of journey, but he gave him a promise of his presence and his accompaniment. തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് അബ്രഹത്തിന് ദൈവം കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവ്യക്തതകളുടെ നടുവിലും ദൈവം എല്ലാം കാണുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു കരുത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ദൈവം നിശബ്ദനായിരിക്കുന്ന സമയത്ത് പോലും ക്ഷമാപൂർവം ശാന്തതയോടെ കാത്തിരിക്കാനുള്ളൊരു കരുത്ത് പൂർവ്വപിതാവായ അബ്രഹത്തിനുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. സന്താന പരമ്പര നിന്നിലൂടെ ഈ ഭൂമിയിൽ രൂപം കൊള്ളുമെന്ന് അബ്രഹത്തോട് ദൈവമായ കർത്താവ് പറയുമ്പോൾ അബ്രഹത്തിൻ്റെ പ്രായം 75 വയസ്സ് മാത്രമാണെന്ന് നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചിരുന്നു. 75 വയസ്സ് മാത്രം. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് അബ്രഹത്തിൻ്റെ പ്രായം 100 ആണ്. ഏതാണ്ട് 25 വർഷങ്ങളിലെ നീണ്ട കാത്തിരിപ്പിനിടയിലും ഒരിക്കലും പതറിപ്പോകാതെ ക്ഷമാപൂർവം ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ഹൃദയത്തിൽ താലോലിച്ച് നടക്കാൻ പൂർവ്വപിതാവായ അബ്രഹത്തിന് സാധിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. മാനുഷികമായ സംശയങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ കൊണ്ട് സംഘർഷഭരിതമായിരുന്നു അബ്രഹത്തിൻ്റെ ജീവിതം എന്നുകൂടി ഓർമ്മിക്കാൻ നമ്മൾ മറക്കരുത്. വിശ്വാസത്തിൻ്റെ ആഴമായ അനുഭവങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴും ചില സംഘർഷങ്ങളും സങ്കടങ്ങളും സന്ദേഹങ്ങളും അബ്രഹത്തിൻ്റെ ജീവിതത്തെ വലിച്ചു മുറുകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ദൈവമായ കർത്താവ് അബ്രഹത്തോട് പറയുന്ന അനുഗ്രഹത്തിന്, അബ്രഹത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹമായി വെക്കുന്ന വാഗ്ദാനങ്ങൾക്ക് മറുപടിയായി അബ്രഹാം ആത്മകഥം ചെയ്യുകയാണ്. അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു: 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? ഉൽപ്പത്തി 17:17. എല്ലാ മനുഷ്യരും കടന്നു പോകാൻ സാധ്യതയുള്ള സംഘർഷങ്ങളിലും സന്ദേഹങ്ങളിലും ജീവിതം എത്തിപ്പെടാൻ സാധ്യതയുള്ളപ്പോഴും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ഓർമ്മിക്കാൻ, അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള കരുത്ത് അബ്രഹാം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഡിവൈൻ സൈലൻസ് ഈസ് നോട്ട് ഡിവൈൻ അബ്സെൻസ് എന്ന് അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നിശബ്ദത ദൈവത്തിൻ്റെ അസാന്നിധ്യത്തിൻ്റെ അടയാളമല്ല. ഡിവൈൻ സൈലൻസ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ഡിവൈൻ അബ്സെൻസ്. അബ്രഹത്തിൻ്റെ മറ്റൊരു മനോഹരമായ പ്രത്യേകത ദൈവവുമായുള്ള ആഴമായ ബന്ധമായിരുന്നു.
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന അബ്രഹത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തലമാണിത്. ഏതോ ഒരു ദേശത്തിൻ്റെ മേൽ ആസന്നമാകുന്ന ദൈവത്തിൻ്റെ ക്രോധം ആഗതമാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ജനതയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ, ആ ജനതയ്ക്ക് വേണ്ടി ദൈവത്തോടൊരു ഡയലോഗിൽ ഏർപ്പെടാൻ മാത്രം സ്വാതന്ത്ര്യം സൂക്ഷിച്ച അബ്രഹത്തിൻ്റെ ജീവിതം ആത്മീയ വഴികളെ കുറച്ചുകൂടി അനുഗ്രഹപ്രദമാക്കും. അബ്രഹത്തിൻ്റെ മറ്റൊരു സവിശേഷത സമ്പൂർണമായ സമർപ്പണം നടത്താൻ മനസ്സുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. ടോട്ടൽ സറണ്ടർ ഈവൻ ഓഫ് ദ പ്രോമിസ് വിച്ച് ഹി ഹാസ് റിസീവ്ഡ്. ഒരുപക്ഷെ ഒരു പുരുഷായുസ് മുഴുവൻ കാത്തിരുന്ന, തൻ്റെ കൈകളിലേക്ക് ലഭിച്ച, തൻ്റെ പ്രതീക്ഷയായിരുന്ന, ദൈവം നൽകിയ വാഗ്ദാനമെന്ന് അനുനിമിഷം അഭിമാനിച്ചു കൊണ്ടിരുന്ന, അതിന് കാരണക്കാരനായ ഇസഹാക്ക് എന്ന ഏക മകനെ മോറിയ മലയിൽ ദൈവത്തിന് ബലിയർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ വിറച്ചും വിറങ്ങലിച്ചും ദൈവികമായ വഴികൾക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുന്ന അബ്രഹത്തെക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങൾ മനോഹരമാണ്. അബ്രഹത്തിൻ്റെ ഭാര്യയായ സാറായിയുടെ ദാസിയായിരുന്ന ഹാഗാറിൽ അബ്രഹത്തിന് ജനിച്ച ആ മകൻ്റെ നിലവിളി കേൾക്കാൻ മറന്നുപോയ, സ്വന്തം രക്തത്തിലുള്ള മറ്റൊരു കുഞ്ഞിൻ്റെ നിലവിളി മരുഭൂമിയിൽ നിലവിളിച്ചത് കേൾക്കാൻ പരാജയപ്പെട്ടു പോയ അബ്രഹത്തിൻ്റെ മുമ്പിൽ ദൈവം വലിയൊരു ചലഞ്ച് വയ്ക്കുകയാണ്. അതേപോലെ ഇസഹാക്കിനെ പോലെ നിന്റെ രക്തത്തിലുണ്ടായ മറ്റൊരു കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കാൻ നീ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി കൂടി ദൈവം ഇസഹാക്കിനെ ബലി കഴിക്കാൻ അബ്രഹത്തോട് ആവശ്യപ്പെടുന്നതിനെ വ്യാഖ്യാനിക്കുന്ന മനോഹരമായ ചില സൂചനകളും ഉണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിധേയപ്പെടാനുള്ള വലിയ ഒരു പരിശ്രമം അബ്രഹാം എന്ന പൂർവ്വപിതാവ് നിരന്തരം നടത്തിയിരുന്നുവെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും തിരിച്ചറിയുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഉറപ്പ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസദാർഢ്യം അബ്രഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നാം ഇങ്ങനെ വായിച്ചെടുക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 8-ാമത്തെ വാക്യം, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയെന്ന് മകനായ ഇസഹാക്ക് ചോദിക്കുമ്പോൾ അബ്രഹത്തിൻ്റെ മറുപടി ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും എന്നുള്ളതായിരുന്നു. ദൈവം തരും എന്നുള്ള ആ 2 വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഉൾച്ചേർന്നിരിക്കുന്നു. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വഴികൾ ആഴപ്പെടുന്നുണ്ട് എന്ന് ഈ പിതാവിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ സവിശേഷതയായി അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി അൾത്താര തീർത്തവനായിരുന്നു അബ്രഹാം എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 7ഉം 8ഉം തിരുവചനങ്ങൾ. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിനും കിഴക്ക് ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അബ്രഹാം പുതിയ നിയമത്തിൽ ജീവിക്കുന്ന, പുതിയ നിയമസഭയിൽ ജീവിക്കുന്ന നമുക്ക് വലിയ ഓർമ്മപ്പെടുത്തലാണ്. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ലോകരക്ഷകനും ഏകരക്ഷകനുമായ പിതാവിൻ്റെ ഏകജാതനായ ഈശോ മിശിഹ അർപ്പിച്ച ബലിയുടെ ആവർത്തനങ്ങൾ നടക്കുന്ന, ആഘോഷം നടക്കുന്ന, പുനരാവർത്തനം നടക്കുന്ന, പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അൾത്താരയിൽ ചേർന്ന് നിന്ന്
ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അബ്രഹാം നൽകുന്ന മനോഹരമായ ഓർമ്മപ്പെടുത്തലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. അവൻ നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കും ഇടയ്ക്ക് താൻ മുൻപ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ആദ്യമായി അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത സ്ഥലത്തിൻ്റെ പേര് ഷെക്കം എന്നാണ്. അവിടെയാണ് ബലിപീഠം പണിത് ദൈവത്തിൻ്റെ നാമം അബ്രഹാം വിളിച്ച് അപേക്ഷിക്കുന്നത്. ഈ ഷെക്കേമിൽ വെച്ചാണ് ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ജോഷുവയും അവൻ്റെ സന്തതി പരമ്പരയും ദൈവവുമായുള്ള മനോഹരമായ ഉടമ്പടി ഉറപ്പിക്കുന്നത്. ദൈവത്തിന് വീണ്ടും വാക്കുകൊടുക്കുകയാണ് ജോഷുവയുടെ സന്തതി പരമ്പരയും. ജോഷുവ എങ്ങനെയാണ് പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അബ്രഹാം ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച ഷെക്കം എന്ന ആ ബലിപീഠത്തിൻ്റെ ഇടത്ത് നിന്നുകൊണ്ട് മറ്റൊരു പ്രത്യേക സാഹചര്യത്തിൽ വിജാതീയ ജനതകളുടെ നടുവിൽ വിജാതീയ ആരാധനയിലേക്ക് വഴുതി മാറാൻ ഇസ്രായേൽ ഇങ്ങനെ കുതറിമാറിക്കൊണ്ടിരിക്കുമ്പോൾ ജോഷുവയും കുടുംബവും ഒരുമിച്ച് ആവർത്തിച്ച് പ്രഘോഷിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന് പറയാൻ ബലം ലഭിക്കുന്നത് അൾത്താരയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അൾത്താരയിൽ നിന്നുള്ള ഊർജം സ്വീകരിക്കുമ്പോഴാണ്. അനേകം സന്തതി പരമ്പരകൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമാകുന്ന ഈ വിശ്വാസത്തിൻ്റെ കൃപ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് അനേകർക്ക് കൈമാറാൻ വലിയ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. അവ്യക്തതകളുടെ നടുവിലും ജീവിക്കാനുള്ള കരുത്തായിരുന്നു അബ്രഹത്തിനുണ്ടായിരുന്നത്. ദൈവം നിശബ്ദനാണ് എന്ന് തോന്നുമ്പോഴും ക്ഷമാപൂർവം കാത്തിരിക്കാനുള്ള പക്വതയായിരുന്നു അബ്രഹത്തിനുണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ആഴമായ ദൈവത്തോടുള്ള ബന്ധമായിരുന്നു അബ്രഹത്തിനുണ്ടായിരുന്നത്. ദൈവം നൽകിയ വാഗ്ദാനം പോലും ദൈവത്തിന് സമർപ്പിക്കാൻ പറയുമ്പോൾ ആ വാഗ്ദാനത്തെ കൂടി സമർപ്പിക്കാനുള്ള വിനയവും എളിമയും ആത്മബലവുമായിരുന്നു അബ്രഹത്തിനുണ്ടായിരുന്നത്. ദൈവത്തിന് വേണ്ടി അൾത്താര തീർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ നാമം വിളിച്ച് തലമുറകളെ അനുഗ്രഹിക്കാനുള്ള കരുത്തായിരുന്നു അബ്രഹത്തിനുണ്ടായിരുന്നത്. ഈ സവിശേഷതകളും ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് ഈ മനോഹരമായ സൂചനകളെ സ്വായത്തമാക്കി കൈമാറാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.